ഇതൊരു അച്ഛൻ്റെയും 2 മക്കളുടെയും കഥയാണ്. ഫുട്ബോൾ ഭ്രാന്ത് തലക്ക് പിടിച്ച് പാടത്തും പറമ്പത്തും പന്ത് തട്ടി നടന്ന ഫുട്ബോൾ പാരമ്പര്യമുള്ള 6 അംഗ കുടുംബത്തിൽ ജനിച്ച ഭൂപേഷ് എന്ന യുവാവിനും പിന്നീട് അയാൾക്ക് ജനിച്ച ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്ന 2 മക്കളുടെയും കഥ നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിലാണ്. ചേർപ്പ് ഇന്ന് അതിപ്രശസ്തമല്ലെങ്കിലും വിദൂരമല്ലാത്ത ഭാവിയിൽ വളരെ പ്രശസ്തമാകാൻ പോകുന്ന ഒരു ഗ്രാമമായിരിക്കും ചേർപ്പ്. അതിന് കാരണക്കാരാവുന്നത് ഈ 2 മിടുക്കന്മാർ, പ്രത്യേകിച്ച് ഇളവനായ അഭിനന്ദ് ഭൂപേഷ്. കാരണം അവനാണ് നമ്മുടെ ഇന്നത്തെ ഈ കഥയിലെ താരം. നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പ്രതീക്ഷിച്ചതുപോലെ ഉയരുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ആ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് നമ്മളുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത്. സോ നമുക്ക് കഥയിലേക്ക് പോകാം. ഫുട്ബോൾ പ്രിയനായ അച്ഛൻ തനിക്ക് ജനിച്ച 2 മക്കൾക്കും കളിക്കാൻ പന്ത് വാങ്ങിക്കൊടുക്കുന്നു. 3-ാം വയസ്സ് മുതൽ തന്നെ അവരെ വീടിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടുകളിൽ ഒഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപോകുന്നു. രക്തത്തിൽ ഫുട്ബോൾ അലിഞ്ഞു ചേർന്നതിനോടൊപ്പം കളിക്കാൻ അവസരം കൂടിയായപ്പോൾ ആ പന്ത് അവർക്ക് ജീവനായി മാറുന്നു. ക്രമേണ അച്ഛനേക്കാൾ ആവേശത്തോടെ ഫുട്ബോളിനെ സമീപിച്ചത് ഈ 2 മിടുക്കന്മാരുമാണ്. ഇന്ന് അവരുടെ ഫുട്ബോൾ സ്കില്ലുകളിൽ വന്ന മാറ്റം നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. Everybody wanna do the same thing, yup. That's why we ain't on the same page. Do my own thing and I maintain. Flow like water, so I'm going mainstream. I'm going mainstream. Flow like water, so I'm going mainstream. Yeah, I'm going mainstream. Flow like water, so I'm going mainstream. നല്ല കിടിലൻ ഫ്രീ സ്റ്റൈലുകൾ ഒരുപക്ഷെ മുതിർന്ന ഒരു പ്രൊഫഷണൽ ഫ്രീ സ്റ്റൈലർ പോലെ തന്നെ ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനന്ദന് കഴിയുന്നുണ്ട്. അത് വളരെ അട്രാക്റ്റീവാണ്. എല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ കൃത്യതയുള്ള ഫ്രീ സ്റ്റൈലുകൾ. അതോടൊപ്പം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗിന്നസ് റെക്കോർഡിനേക്കാൾ മുകളിൽ വരും അഭിനന്ദിൻ്റെ ഈ പ്രായത്തിലുള്ള പെർഫോമൻസ്. കാരണം തൈസ് കൊണ്ട് തന്നെ അഭിനന്ദ് ഒരു 5 മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ജഗ്ലിംഗ്. അതിൽ ഈ പ്രായത്തിലെ വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് 4 മിനിറ്റും സംതിങ് സെക്കൻഡ്സുമാണ്. ഇനി ജഗ്ലിംഗ് ആണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ജഗ്ൽ ചെയ്യാനും അഭിനന്ദിന് കഴിയും. കുട്ടിക്ക് കൂടുതൽ സമ്മർദ്ദം കൊടുക്കണ്ട എന്ന് കരുതി ഗിന്നസ് റെക്കോർഡിനൊന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. Wanna do the same thing, yup. That's why we ain't on the same page. Do my own thing and I maintain. Flow like water, so I'm going mainstream. I'm going mainstream. Flow like water, so I'm going mainstream. Yeah, I'm going mainstream. Flow like water, so I'm going mainstream. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ഫ്രീ സ്റ്റൈലുകൾ മാത്രം ചെയ്ത് ഉഷാറായിട്ട് കാണിക്കുന്ന ഒരു പ്ലെയർക്ക് എങ്ങനെയാണ് ഭാവിയിലൊരു നല്ല ഫുട്ബോൾ താരമായി മാറാൻ പറ്റുക എന്നുള്ളതൊക്കെ. പക്ഷേ അവിടെയാണ് അഭിനന്ദ് വ്യത്യസ്തനാകുന്നത്. അഭിനന്ദ് ഇങ്ങനെയൊക്കെ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് കളിക്കളത്തിലാണ്. ഇപ്പോൾ FC കേരളയുടെ അണ്ടർ 10-ലും അണ്ടർ 11 കാറ്റഗറിയിലൊക്കെ കളിക്കുകയാണ് അഭിനന്ദ്. അവിടെ അഭിനന്ദ് കളിച്ച എല്ലാ ടൂർണമെൻറ്റുകളിലും ബെസ്റ്റ് പ്ലെയറാണ്. FC കേരളയ്ക്ക് വേണ്ടി ഏതൊക്കെ ടൂർണമെൻറ്റ് കളിച്ചിട്ടുണ്ടോ അവൻ്റെ കാറ്റഗറിയിൽ അതിലൊക്കെ ബെസ്റ്റ് പ്ലെയറാണ്.
ചില ടൂർണമെൻറ്റുകളിൽ ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഫോർവേഡ്, ടോപ്പ് സ്കോറർ ഇങ്ങനെ തുടങ്ങി ഒരു ടൂർണമെൻറ്റിൽ തന്നെ 3 ട്രോഫികളും സ്വന്തമാക്കിയ കഥയും അഭിനന്ദിനെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിൻ്റെ അഭിമാനമായി ഈ മിടുക്കനെ നമുക്ക് കാണാൻ പറ്റുന്നു. അഭിനന്ദിനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് അവൻ്റെ FC കേരളയിലെ കോച്ചസ് ആയിട്ടുള്ള കൃഷ്ണദേവും അതുപോലെ തന്നെ ഡൊമിനിക്കും ഒക്കെയാണ്. ഇവർ പറയുന്നത് കുട്ടികൾക്കിടയിലെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്, ട്രെയിനിങ്ങിലെ ബാക്കി കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് അഭിനന്ദ് എന്നാണ്. ഇവിടെ നമുക്ക് വിസ്മരിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു പേരാണ് ഭൂപേഷ് എന്ന പേര്, അതായത് ഇവരുടെ ഫാദർ. ഇത്രമാത്രം ഫുട്ബോൾ ഭ്രാന്തൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും അച്ഛൻ്റെ ഫുട്ബോൾ ഭ്രാന്ത് അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, മറിച്ച് എന്ന് നിർത്തണം തോന്നുന്നു അന്ന് നിങ്ങൾക്ക് നിർത്താം. പക്ഷേ കുട്ടികൾ വളരെ ആവേശത്തിൽ ഫുട്ബോളിനെ ഏറ്റെടുത്തിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മിടുക്കന്മാർക്ക് വരും വർഷങ്ങളിൽ ഇതുപോലെ ഒരുപാട് കിരീടങ്ങൾ ചൂടാനും വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ നല്ല മിടുക്കന്മാരായ കുട്ടികൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെടാം. എൻ്റെ ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, ഇൻസ്റ്റഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.